ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്കിന്ന് ഡീൽസാൾഡ് റിയാക്ഷന്റെ സ്റ്റീരിയോ കെമിസ്ട്രിയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഡീൽസാൾഡ് റിയാക്ഷനിൽ മെയിൻ ആയിട്ടും രണ്ട് റിക്വയർമെന്റ്സ് ആണ് നമുക്ക് വേണ്ടത്. ഡൈ ഈനോഫൈലും വേണം, അതുപോലെ ഡൈ ഈനും വേണം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അവരുടെ സ്റ്റീരിയോ കെമിസ്ട്രിയെ കുറിച്ചാണ്. ഓക്കെ, അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഡൈ ഈനോഫൈലിന്റെ കേസാണ്. ഡൈ ഈനോഫൈലിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡൈ ഈനോഫൈൽ. ഓക്കെ, ഡൈ ഈനോഫൈൽ എന്ന് പറയുമ്പോൾ അതൊരു ഡബിൾ ബോണ്ടഡ് സിംഗിളിയോ അല്ലെങ്കിൽ ഡബിൾ ആവുകയോ ചെയ്യാം. പക്ഷെ മെയിൻ ആയിട്ട് ഒരു ഡബിൾ ബോണ്ടിൽ അറ്റ്ലീസ്റ്റ് വേണം. അങ്ങനെയുള്ളതാണ് നമ്മൾ ഡൈ ഈനോഫൈൽ എന്ന് കണ്ടത്. ഓക്കെ, ഈ ഡൈ ഈനോഫൈലിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ അത് അവരുടെ ആ ഒരു സിസ് ആണെങ്കിൽ ആ സിസ് ഫോം തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ നോക്കും. ഓക്കെ, ട്രാൻസ് ഫോമിലാണ് അവരുടെ സബ്സ്റ്റിറ്റ്യൂവൻസ് ഇരിക്കുന്നതെങ്കിൽ അത് ട്രാൻസ് ഫോമിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. ദേ റീറ്റെയിൻ ദെയർ സ്റ്റീരിയോ കെമിസ്ട്രി. സോ അപ്പൊ നമുക്ക് കിട്ടുന്നത് ഒരു സ്റ്റീരിയോ സ്പെസിഫിക് പ്രൊഡക്റ്റ് ആയിരിക്കും. ഈ ഡീൽസാൾഡ് റിയാക്ഷനിൽ സ്റ്റീരിയോ കെമിസ്ട്രിക്കാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കേണ്ടത്. ഓക്കെ, അതായത് സിസ് ട്രാൻസ് എന്നുള്ള കൺഫർമേഷനിൽ ആ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ പ്രൊഡക്റ്റിൽ നമ്മൾ നോക്കുക. അപ്പോൾ ഡൈനോഫൈലിന്റെ കേസിൽ അവരുടെ സ്റ്റീരിയോ കെമിസ്ട്രി റീറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു. എന്ന് വെച്ചാൽ ട്രാൻസിലാണ് അവരുടെ സബ്സ്റ്റിറ്റ്യൂവൻസ് ഇരിക്കുന്നതെങ്കിൽ പ്രൊഡക്റ്റിലും ആ ഡൈനോഫൈലിന്റെ സബ്സ്റ്റിറ്റ്യൂവൻസ് ട്രാൻസ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ഇനി സിസിലാണ് അവര് ഇരിക്കുന്നതെങ്കിൽ അവര് പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ അത് സിസ് ഫോമിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് നോക്കാം. ഇതെന്റെ ഡൈഇൻ, ഇതാണ് ഡൈഇനോഫൈൽ. ഇവിടെ ഒരു ആർ ഗ്രൂപ്പ്, ഇവിടെ ഒരു ആർ ഗ്രൂപ്പ്. ഇവിടെ നോക്കുമ്പോൾ ഈ ഡൈഇനോഫൈൽ എന്ന് പറയുന്നത് ട്രാൻസ് ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ട്രാൻസ് ഫോമിൽ. സോ അവരുടെ പ്രൊഡക്റ്റിലും ഈ ഒരു ട്രാൻസ് കൺഫർമേഷൻ ആണ് അവര് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് വരുമ്പോൾ ഇങ്ങനെ ഒരാള് വെഡ്ജ് ആയിട്ടും ഒരാള് ഡാഷ് ആയിട്ടും ആയിരിക്കും ഇരിക്കുന്നത്. അതായത് ട്രാൻസ് ഫോമിലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇപ്പോൾ സിസ് ഫോമിലാണ് നമ്മുടെ ഡൈഇനോഫൈൽ എങ്കിൽ ആർ ആർ ഡാഷ് സെയിം ഡൈഇൻ തന്നെ. ഇവര് സിസ് ഫോമിലാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിലും അവര് സിസ് കൺഫർമേഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ഡാഷിലായിരിക്കും ആറ്. ഇപ്പൊ വെഡ്ജിലാണ് രണ്ടുമെങ്കിൽ വെഡ്ജിൽ തന്നെ, ഡാഷിലാണെങ്കിൽ രണ്ടുപേരും ഡാഷിൽ തന്നെ ആയിരിക്കും. സോ ഇതൊരു സിസ് കൺഫർമേഷൻ മെയിൻറ്റെയിൻ ചെയ്തു. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ ഡൈനോഫൈലിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി. സിസ് ആണെങ്കിൽ സിസിൽ തന്നെ അവരുടെ പ്രൊഡക്റ്റ് വരിക, ട്രാൻസ് ആണെങ്കിൽ ട്രാൻസിൽ തന്നെ അവരുടെ പ്രൊഡക്റ്റ് വരിക. എന്നാൽ ഡൈഇന്റെ കേസിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റീരിയോ കെമിസ്ട്രി ആണുള്ളത്. ഡൈഇന്റെ കേസിലെ സ്റ്റീരിയോ കെമിസ്ട്രി നമ്മൾ പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ട ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഇതാണ് എന്റെ ഡൈഇൻ. ഇവിടെ pH ഉള്ളിലോട്ടാണ്, ഹൈഡ്രജൻ പുറത്തോട്ടാണ്. ഹൈഡ്രജൻ ഈ കേസിൽ ഹൈഡ്രജൻ ഉള്ളിലോട്ടാണ്, pH പുറത്തോട്ടാണ്. ഏതെങ്കിലും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡൈഇനോഫൈൽ, എത്തിലീൻ തന്നെ എടുക്കാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡൈഇനോഫൈൽ എടുത്തു. അപ്പൊ ഇതിൽ എന്റെ പ്രൊഡക്റ്റ് എങ്ങനെയാണ് വരിക? ആദ്യം ഒരു 6 മെമ്പേർഡ് റിംഗ് ആയിരിക്കും ഇവിടെ ഫോം ചെയ്യുക. അതൊരു ഡബിൾ ബോണ്ട് ഉണ്ട്. ദെൻ ഈ ഉള്ളിലേക്ക് കിടക്കുന്ന pH കണ്ടോ? അപ്പൊ ആ ഇൻവേർഡിലോട്ട് കിടക്കുന്നവരെ എപ്പോഴും നമ്മൾ വെഡ്ജിലായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ഉള്ളിലോട്ട് കിടക്കുന്നവരെ നമ്മൾ എപ്പോഴും വെഡ്ജിലായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഇവിടെ pH എന്ന് പറയുന്നത് എന്തായിരിക്കും? വെഡ്ജ് ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുക, pH. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മള് താഴത്തെ കേസ് നോക്കുമ്പോൾ താഴെ pH ഔട്ട്വേർഡിലോട്ടാണ് കിടക്കുക, പുറത്തോട്ടാണ് കിടക്കുക. അപ്പൊ പുറത്തോട്ട് കിടക്കുന്ന സബ്സ്റ്റിറ്റ്യൂവൻസിനെ നമ്മള് ഡാഷിലായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. അതൊന്ന് ഓർത്തു വെക്കാം, pH. ഓക്കെ, അപ്പോ ഹൈഡ്രജൻ അപ്പൊ എങ്ങനെ വരും? ഫസ്റ്റ് കേസിൽ ഹൈഡ്രജൻ ഔട്ട്വേർഡിലോട്ടാണ്, ഔട്ട്വേർഡിലാണെങ്കിൽ ഡാഷിലാണ് റെപ്രസെന്റ് ചെയ്യുക. സെക്കൻഡ് കേസിൽ ഹൈഡ്രജൻ ഇൻവേർഡിലോട്ടാണ്, ഇൻവേർഡിലോട്ടാകുമ്പോൾ അവര് വെഡ്ജിലായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അപ്പോ ഇത്രേ ഉള്ളൂ. ഇൻവേർഡിലോട്ട് കിടക്കുന്ന ഇൻഡുവിലോട്ടാണ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂവന്റ് എങ്കിൽ അത് വെഡ്ജ് ഫോമില്, വെഡ്ജ്. ഓക്കെ, ഔട്ട്വേർഡിലോട്ടാണെങ്കിൽ അത് ഡാഷ് ഫോമിലായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. അതാണ് അവരുടെ സ്റ്റീരിയോ കെമിസ്ട്രി. ഇൻവേർഡ് ആണെങ്കിൽ വെഡ്ജ്, ഔട്ട്വേർഡ് ആണെങ്കിൽ ഡാഷ്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഞാൻ ഡൈഇനോഫൈൽ കുറച്ചും കൂടെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരെണ്ണമാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ നമ്മളിപ്പോ ആർ ഡാഷ്
കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ ഇവിടെ എന്ത് വരും? ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വരും. ഇവര് സിസ് ആയിട്ടല്ലേ കിടക്കുക. സോ ഡൈഇനോഫൈൽ സിസ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, ഡൈഇനോഫൈലിന്റെ കേസിൽ നമ്മൾക്ക് അത്ര കൺഫ്യൂഷൻ വരാറില്ല. ഡൈഇന്റെ കേസിലാണ് കൺഫ്യൂഷൻ വരിക. അപ്പൊ ഡൈഇനില് ഇൻവേർഡ് ആണെങ്കിൽ വെഡ്ജിലാണ് സബ്സ്റ്റിറ്റ്യൂവൻസിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി, ഔട്ട്വേർഡിലുള്ളവരുടെ ഡാഷ് ആയിരിക്കും സ്റ്റീരിയോ കെമിസ്ട്രി. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. ഈ ഒരു കേസില് ഒരു R ഡാഷ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു റിംഗ് എങ്ങനെയാണ് ഫോം ചെയ്യുക? ഈ ഒരു കേസിൽ ഹൈഡ്രജൻ രണ്ടിടത്തുകൊണ്ട്, പക്ഷെ അത് രണ്ടും എന്താണ്, പുറത്തോട്ടാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ അകത്തോട്ടുള്ള ആൾക്കാരൊന്നും ഇല്ല. അപ്പൊ ഇതില് നമ്മള് പ്രൊഡക്റ്റ് വരയ്ക്കുമ്പോൾ 6 മെമ്പേർഡ് റിംഗ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് എക്സ്ട്രാ ഉണ്ട് അല്ലെ? ഇതൊരു ട്രിപ്പിൾ ബോണ്ട് ഉള്ള കേസാണ് ഇതിന് എടുത്തത്. സോ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. ദെൻ ആറും R ഡാഷും സിസ് ഫോമിലാണ് കിടക്കുക. ഓക്കെ, ദെൻ ഇവിടെ ഈ 1ലും 4ലും ആയിട്ട് ഒരു CH2 ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ആ CH2 ഗ്രൂപ്പിനെ നമ്മൾ ഇൻ ബിറ്റ്വീൻ എക്സ്പ്രസ് ചെയ്തു. അത് 1ലും 4ലും ആണ് ആ CH2 ഗ്രൂപ്പ് ഉള്ളത്. ഓക്കെ, ദെൻ ഇവിടെ ഒരു മിഡിൽ ഒരു ഡബിൾ ബോണ്ട്. ദെൻ രണ്ട് ഹൈഡ്രജൻസിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും റെപ്രസെന്റ് ചെയ്യാം അല്ലെ? രണ്ടുപേരും ഒരേപോലെ ഔട്ട്വേർഡിലോട്ടാണ്. അപ്പൊ അവിടെ എന്താ ഇൻവേർഡിലോട്ടുള്ള എലമെന്റ്സ് ഇല്ല. സോ നമ്മൾ ഔട്ട്വേർഡിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഹൈഡ്രജനെ നമ്മൾ നോർമലി ഉള്ള ലൈൻ വെച്ച് റെപ്രസെന്റ് ചെയ്താലും മതി. പക്ഷെ ഇതിനേക്കാൾ കൂടുതൽ ആയിട്ട് നമ്മൾക്ക് ആൻസറിൽ തരിക ഈ ഒരു സ്ട്രക്ചറിലായിരിക്കുമല്ല നമ്മുടെ പ്രൊഡക്റ്റിനെ അവര് എക്സ്പ്രസ് ചെയ്യുന്നത്. നമ്മുടെ പ്രൊഡക്റ്റ് ഈ ഒരു കൺഫർമേഷൻ, ഇതാണ് നമ്മൾ സൈക്ലോഹെക്സൈൻ ഒക്കെ പഠിക്കുമ്പോൾ ഈ ഒരു കൺഫർമേഷനിലാണ് പ്രൊഡക്റ്റ് വരിക. അപ്പോൾ നമ്മൾ നമ്പർ ചെയ്താൽ കുറച്ചും കൂടെ ഈസി ആകും. 1ലും 4ലും ആണ് എന്തുള്ളത്? ഒരു CH2 ഗ്രൂപ്പ് ഉള്ളത്. 1ലും 4ലും ആണ് CH2 ഗ്രൂപ്പ് ഉള്ളത്. അതിനിങ്ങനെ നമ്മൾ കണക്ട് ചെയ്തു. അതുപോലെ 1ൽ ഒരു ഹൈഡ്രജൻ, 4ൽ ഒരു ഹൈഡ്രജൻ. ഓക്കെ, അതും റെപ്രസെന്റ് ചെയ്തു. ദെൻ 2ലും 3ലും ഡബിൾ ബോണ്ട്, ഇവിടെയും ഡബിൾ ബോണ്ട്. ദെൻ R ഡാഷ്. ഓക്കെ ആയില്ലേ? ഇങ്ങനെയായിരിക്കും നമുക്ക് ആൻസറിൽ ഇവര് ഓപ്ഷൻസ് തരിക ഈ ഒരു കേസിൽ. ഇതിങ്ങനെ തരാം. അപ്പൊ നമ്മളത് എന്താ ആ ബ്രിഡ്ജ് ആയിട്ട് ആ സെന്റർ കാർബണിനെ റെപ്രസെന്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഈ ഡൈഇനിലെ മെയിൻ ആയിട്ട് പറയുന്ന ഒരു സ്റ്റീരിയോ കെമിസ്ട്രിയുടെ റൂൾ ആണ് എൻഡോ റൂൾ. എൻഡോ റൂൾ ഫോർ ഡീൽ-സാൾട്ട് റിയാക്ഷൻ. ഡീൽ-സാൾട്ട് റിയാക്ഷനിൽ നമ്മൾ പറയുന്ന മെയിൻ ആയിട്ടുള്ള ഒരു റൂൾ ആണ് എൻഡോ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ആ റൂൾ എന്താണെന്ന് നോക്കാം. എൻഡോ എന്നിൽ തന്നെ നമുക്ക് പേരിൽ എന്തുണ്ട്? എൻഡോ പ്രൊഡക്റ്റ് ആയിരിക്കും ഫോം ചെയ്യുക. എൻഡോ പ്രൊഡക്റ്റ് ആയിരിക്കും ഫേവർ ചെയ്യുക. ഓക്കെ, അപ്പൊ റൂൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. ഇതെന്റെ ഡൈഇൻ. ഇവിടെ ഡബിൾ ബോണ്ട് OH, ഡബിൾ ബോണ്ട് OH. ഓക്കെ, ഇത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഇവരുടെ പ്രൊഡക്റ്റ് നമ്മൾ ഇങ്ങനെയല്ലേ എക്സ്പ്രസ് ചെയ്യാന്ന് പറഞ്ഞത്? ഇങ്ങനെ, അതായത് 1, 2, 3, 4ലും 1ലുമായിട്ട് ഓക്കെ ഒരു CH2 ഗ്രൂപ്പ് ഉണ്ട്. ദെൻ 2ലും 3ലുമാണ് ഇതിന് ഡബിൾ ബോണ്ട് വരിക. ഈ കേസിൽ നമ്മുടെ ഈ ഒരു ബൾക്കി ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഈ ബൾക്കി ഗ്രൂപ്പിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി വെച്ചിട്ടാണ് നമ്മളെ എൻഡോ പ്രൊഡക്റ്റ്, എക്സോ പ്രൊഡക്റ്റ് എന്നൊക്കെ പറയുക. ആ ബൾക്കി ഗ്രൂപ്പാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഓക്കെ, ആ ബൾക്കി ഗ്രൂപ്പിന് നമുക്ക് ഒരു C ഡബിൾ ബോണ്ട് OH ഉണ്ട്. ഞാനിപ്പോ ആ ബൾക്കി ഗ്രൂപ്പിന്റെ രണ്ട് കേസ് എൻഡോ ആയിട്ടും എക്സോ ആയിട്ടും വരച്ച് കാണിക്കാം. എൻഡോ എന്ന് വെച്ചാല് നമ്മൾ ഉള്ളിലോട്ടായിരിക്കും, അതായത് ഡബിൾ ബോണ്ടിനോട് ഫേസ് ചെയ്ത് നിൽക്കുന്ന പോലെ ആയിരിക്കും പ്രൊഡക്റ്റ് വരിക. ഇതാണ് നമ്മുടെ ഡബിൾ ബോണ്ട്.
ഇവിടെ നമ്മുടെ സി ഡബിൾ ബോണ്ട് ഓ ഉണ്ട്, ദെൻ COയില് സി ഡബിൾ ബോണ്ട് ഓ. ഓക്കെ, ഇങ്ങനെയാണ്. ഇതില് ഈ കേസില് നമ്മുടെ ഈ ബൾക്കി ഗ്രൂപ്പ് ഈ ഡബിൾ ബോണ്ടിനോട് ഫേസ് ചെയ്യുന്നത് പോലെയാണ് നിൽക്കുന്നത് അല്ലെ. അങ്ങനെ ഡബിൾ ബോണ്ടിനോട് ഫേസ് ചെയ്ത പോലെ ഉള്ളിലോട്ട് അവർ വലിയുവാണ്. സോ അതിനെ നമ്മൾക്ക് എൻഡോ പ്രൊഡക്റ്റ് എന്ന് പറയാം. എൻഡോ പ്രൊഡക്റ്റ്. ദെൻ ഇതിൽ തന്നെ ഞാൻ ആ ബൾക്കി ഗ്രൂപ്പിനെ ഔട്ട്വേർഡിലോട്ട് പ്ലേസ് ചെയ്യുവാണെങ്കിൽ ഇവരെ ഞാൻ ഈ ബൾക്കി ഗ്രൂപ്പിനെ ഔട്ട്വേർഡിലോട്ട്, അതായത് എവേ ഫ്രം ഡബിൾ ബോണ്ട്, ഡബിൾ ബോണ്ടിൽ നിന്നും മാറിയാണ് ഇവർ നിൽക്കുക. ഡബിൾ ബോണ്ട് ഇവിടെ ഡബിൾ ബോണ്ടിൽ നിന്ന് മാറി എവേ ആയിട്ട് നിൽക്കുവാണെങ്കിൽ ഇതാണ് എക്സോ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. എക്സോ. ഓക്കെ, അപ്പൊ ഇതിൽ എൻഡോ ആണോ എക്സോ ആണോ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നത്, ഇതിൽ മേജർ പ്രൊഡക്റ്റ് ഏതാണ് എന്ന് ഡിസൈഡ് ചെയ്യുന്ന റൂൾ ആണ് N2 റൂൾ. അതായത് ഇവിടെ എൻഡോ പ്രൊഡക്റ്റ് ആയിരിക്കും മേജർ ആയിട്ടും ഫോം ചെയ്യുക. ഓക്കെ, അതിന് അതിനുള്ള റീസൺസ് നമുക്ക് നോക്കാം. ഓക്കെ, അതിനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് എൻഡോയുടെ കേസിൽ ഡബിൾ ബോണ്ട് ഓയ് ഇവിടെ വീണ്ടും ഒരു ഡബിൾ ബോണ്ട് ഓയ്. ഓക്കെ, ഇങ്ങനെയാണ് ഡബിൾ ബോണ്ടിന്റെ ഫേസ് ചെയ്ത് നിൽക്കുമല്ലേ. അപ്പൊ ഇവിടെ ഈ ഡബിൾ ബോണ്ടും ഈ സി ഡബിൾ ബോണ്ട് ഓയിലെയും പി ഓർബിറ്റൽസ് തമ്മിൽ ഒരു സെക്കൻഡറി ഇന്ററാക്ഷൻ, ഇവിടെ തമ്മിൽ ഒരു സെക്കൻഡറി ഇന്ററാക്ഷൻ പോസിബിൾ ആണ്. എന്താണ്? എൻഡോ പ്രൊഡക്റ്റിന്റെ കേസിൽ ഒരു സെക്കൻഡറി ഇന്ററാക്ഷൻ സി ഡബിൾ ബോണ്ട് സിയും സി ഡബിൾ ബോണ്ട് ഓയിലെയും പൈ ബോണ്ട്സ് തമ്മിൽ ഒരു സെക്കൻഡറി ഇന്ററാക്ഷൻ ഫോം ചെയ്യുന്നുണ്ട്. ആ ഒരു സെക്കൻഡറി ഇന്ററാക്ഷന്റെ ഫലമായിട്ട് ഡീൽസാളുടെ റിയാക്ഷൻ എൻഡോ പ്രൊഡക്റ്റ് ആയിരിക്കും മേജർ ആയിട്ടും തരിക. ഓക്കെ, ഇതിൽ തന്നെ നമ്മൾ ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ എൻഡോ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കൈനറ്റിക്കലി സ്റ്റേബിൾ ആണ്. കൈനറ്റിക്കലി സ്റ്റേബിൾ, കൈനറ്റിക് എന്ന് വെച്ചാൽ എന്താ? കൈനറ്റിക്സ് എന്ന് വെച്ചാൽ നമ്മൾ റേറ്റ് ഒരു റിയാക്ഷന്റെ റേറ്റിനെ കുറിച്ച് പഠിക്കുന്നതാണ് കൈനറ്റിക്സിൽ. അപ്പൊ ഇത് കൈനറ്റിക്കലി സ്റ്റേബിൾ ആണെന്ന് വെച്ചാൽ ഇവരുടെ റേറ്റ് വളരെ ഫാസ്റ്റ് ആയിരിക്കും. അതായത് ഈ പ്രൊഡക്റ്റ് വളരെ ഫാസ്റ്റ് ആയിട്ട് ഫോം ചെയ്യാൻ കഴിയുന്നവരാണ് കൈനറ്റിക് പ്രൊഡക്റ്റ്. കൈനറ്റിക് സ്റ്റേബിൾ ആണ്. എന്നാൽ എക്സോ എന്ന് പറയുമ്പോൾ എക്സോ നമ്മൾ കണ്ടു ഡബിൾ ബോണ്ടുമായിട്ട് ഒത്തിരി അകന്നാണ് നിൽക്കുന്നത്. അതായത് റിപ്പൾഷൻ ഒക്കെ കുറവാണ്. ഇപ്പൊ സ്റ്റെറിക്കലി നോക്കുവാണെങ്കിൽ, സ്റ്റെറിക്കലി അല്ലെങ്കിൽ തെർമോഡൈനമിക്കലി നോക്കുവാണെങ്കിൽ എക്സോ പ്രൊഡക്റ്റ് ആണ് സ്റ്റേബിൾ. എൻഡോ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കൈനറ്റിക്കലി സ്റ്റേബിൾ പ്രൊഡക്റ്റും എക്സോ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് തെർമോഡൈനമിക്കലി സ്റ്റേബിൾ അല്ലെങ്കിൽ സ്റ്റെറിക്കലി സ്റ്റേബിളും ആണ്. എങ്കിൽ പോലും സ്റ്റെറിക് ഹിൻഡ്രൻസ് ഒന്നും ഇല്ലാത്ത പ്രൊഡക്റ്റ് ആയിട്ടുള്ള എക്സോ ഫോം ചെയ്യുന്നത് വളരെ മൈനർ ആയിട്ടാണ്. അതിന് കാരണം അവിടെ സെക്കൻഡറി ഇന്ററാക്ഷൻ ഫോം ചെയ്യാനുള്ള ചാൻസ് ഇല്ല. കാരണം ഡബിൾ ബോണ്ടും ആ ബൾക്കി ഗ്രൂപ്പും എവേ ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ഇപ്പോ തെർമോഡൈനമിക് കണ്ടീഷൻ കൊടുക്കുവാണെങ്കിൽ, തെർമോഡൈനമിക്സ് എന്ന് വെച്ചാൽ എന്താ? അത് ഇച്ചിരി സ്ലോ ആയിട്ട് നടക്കുകയുള്ളൂ. അതുപോലെ റിവേഴ്സിബിൾ റിയാക്ഷൻ ആണെങ്കിലേ തെർമോഡൈനമിക് പ്രൊഡക്റ്റ് ഫോം ചെയ്യുള്ളൂ. അപ്പൊ ഞാൻ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ റിവേഴ്സിബിൾ ആക്കുകയും അതുപോലെ തന്നെ ലോങ് ടൈം ഈ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യിക്കുകയും ആണെങ്കിൽ എനിക്ക് കിട്ടുക എക്സോ പ്രൊഡക്റ്റ് ആയിരിക്കും. ഓക്കെ, അതായത് സമയം വളരെ കുറച്ചെടുക്കുന്നത് എൻഡോ പ്രൊഡക്റ്റ് ആണ്. അപ്പം എക്സോ പ്രൊഡക്റ്റ് കുറച്ച് സമയം വേണം. അപ്പൊ ഞാൻ കുറച്ച് ടൈം കൊടുത്ത റിയാക്ഷൻ ചെയ്യിച്ചു. അതുപോലെ അത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആക്കിക്കുകയും ചെയ്താൽ എനിക്ക് എക്സോ പ്രൊഡക്റ്റ് ആയിരിക്കും ഫോം ചെയ്യുക. ഓക്കെ, നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ് സിസ് പ്രൊഡക്റ്റ്. നമ്മളിപ്പോ ട്രാൻസ് ഡൈഈൻ ആണ് എന്റെ ക്വസ്റ്റ്യനിൽ. ഓക്കെ, ഇപ്പൊ അത് അങ്ങനെയല്ല നോക്കേണ്ടത്. ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് പറഞ്ഞു തരാൻ കുറച്ചും കൂടെ സിമ്പിൾ. ഇവിടെ ഒരു R ഗ്രൂപ്പ് ഉണ്ട്. R ഗ്രൂപ്പ് ഉള്ളിലോട്ട് H, ഇനി CHCOO ME, CHCOO ME ഇതെന്റെ ഡൈഈനോഫൈലുമാണ്. അപ്പോ ഈ ഡൈഈനോഫൈലിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി, അതായത് ഈ ആറുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ
ഈ ആർ ഗ്രൂപ്പുമായിട്ട് നോക്കുമ്പോൾ ഈ ഡൈഈനോഫൈലിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഓക്കെ, അതായത് ഫൈനൽ പ്രൊഡക്റ്റിൽ ഈ ആറിന്റെ സെയിം സ്റ്റീരിയോ കെമിസ്ട്രി ആണോ, അത് ആറിന്റെ ഓപ്പോസിറ്റ് ആണോ ഈ CH-COMe അവർക്കുള്ളത് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റീരിയോ കെമിസ്ട്രിയിലുള്ള പോയിന്റ്. ഓക്കെ, അതിന് ഞാൻ ഫസ്റ്റ് എന്റെ ഈ ഡൈഈനെ ഒബ്സർവ് ചെയ്യുക. ഈ ഡൈഈൻ സിസ് ആണോ ട്രാൻസ് ആണോ എന്ന് കണ്ടുപിടിക്കുക. അത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഞാൻ ഈ ഡബിൾ ബോണ്ട്, എനിക്ക് മീഥൈൽ ഗ്രൂപ്പിന്റെ ആ ഒരു കേസിലുള്ള ഡബിൾ ബോണ്ട് മതി. ഓക്കെ, ആ മീഥൈൽ ഗ്രൂപ്പിന്റെ കേസിലുള്ള ഡബിൾ ബോണ്ട് സിസ് ആണോ ട്രാൻസ് ആണോ എന്ന് നോക്കുക. അതെങ്ങനെ ഡബിൾ ബോണ്ടിൽ നമ്മൾ സിസ് ട്രാൻസ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ ഈ ഡബിൾ ബോണ്ടിന് എക്രോസ് ആയിട്ട് ഇതൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഡബിൾ ബോണ്ടിന്റെ കേസിലുള്ള സിസ് ട്രാൻസ് കൺഫർമേഷൻ നമ്മൾ എങ്ങനെയാ നോക്കുന്നത്? സി ഡബിൾ ബോണ്ട് സിയില് ഇത് Me ഗ്രൂപ്പ്, ഇത് ബ്രോമിൻ, ഇത് ക്ലോറിൻ, ഇത് ഹൈഡ്രജൻ, ഇത് കാർബൺ 1, ഇത് കാർബൺ 2. കാർബൺ 1ലെ ബൾക്കി ഗ്രൂപ്പ് ബ്രോമിൻ ആണ്, അപ്പൊ അവർക്ക് നമ്പർ 1 കൊടുത്തു. കാർബൺ 1ലെ ബൾക്കിനെസ് കുറഞ്ഞ ഗ്രൂപ്പ് ക്ലോറിൻ ആണ്, 2 കൊടുത്തു. ഇവിടുത്തെ ബൾക്കി ഗ്രൂപ്പ്, ഇവിടുത്തെ ലെസ് ബൾക്കി ഗ്രൂപ്പ്. ഇതിൽ 1 എന്ന് വരുന്നത് ഓപ്പോസിറ്റ് സൈഡിലല്ലേ കിടക്കുക, സോ ഇതൊരു ട്രാൻസ് ആയിരിക്കും. ട്രാൻസ് ഡബിൾ ബോണ്ട് കേസിൽ ഇവരൊരു ട്രാൻസ് അല്ലെങ്കിൽ നമ്മൾ Z അല്ലെങ്കിൽ E എന്നല്ലേ പറയുക, E ആണ് ഇവർക്ക്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മള് ബൾക്കി ഗ്രൂപ്പ് വെച്ചിട്ടാണല്ലോ E or Z പ്രെഡിക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യന് നമ്മൾ അങ്ങനെ നോക്കുവാണ്. ഇങ്ങോട്ട് 6, ഇത് ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ ഈ കാർബൺ 1ൽ നമ്പർ കൊടുക്കുമ്പോ ഈ ഒരു പോയിന്റിലല്ലേ 1, അതായത് സെക്കൻഡ് കാർബണിൽ കൊടുക്കുമ്പോ ഇവർക്ക് 1, ഇവിടെയല്ലേ 1, അതായത് ഓപ്പോസിറ്റ് ആയിട്ടല്ലേ 1 വന്നിരിക്കുന്നത്. ഇത് ട്രാൻസ് ആണ്. നമ്മുടെ ഡൈഈൻ എന്താണ്? ട്രാൻസ് ഡൈഈൻ ആണ്. ഈ ട്രാൻസ് ഡൈഈനിൽ നിന്നും എപ്പോഴും നമുക്ക് സിസ് പ്രൊഡക്റ്റേ കിട്ടുകയുള്ളൂ. പ്രൊഡക്റ്റ് എന്തായിരിക്കും? സിസ് പ്രൊഡക്റ്റ് ആയിരിക്കും, അത് ഓർത്ത് വെക്കുക. ട്രാൻസ് ഡൈഈൻ gives only cis പ്രൊഡക്റ്റ്. അപ്പോ നമ്മള് ഈ ക്വസ്റ്റ്യനിലോട്ട് വരുമ്പോ ഈ പോയിന്റ് ക്ലിയർ ആയില്ലേ? ട്രാൻസ് ഡൈഈനിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുക? സിസ് പ്രൊഡക്റ്റ് ആണ് കിട്ടുക. ഞാനൊരു ക്വസ്റ്റ്യനില് ഇത് 6 ഹൈഡ്രജൻ, ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഡബിൾ ബോണ്ട്. ഇതെന്റെ R' ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മുടെ പ്രൊഡക്റ്റ് വരുമ്പോ എന്ത് വരും? ബെൻസീൻ റിങ്ങില് പുറത്തോട്ട് നിൽക്കുന്നവരെ നമ്മള് ഡാഷിലല്ലേ പറയുക, 6 പുറത്തോട്ടല്ലേ നിൽക്കുക, അപ്പൊ 6 ഡാഷിൽ റെപ്രസെന്റ് ചെയ്തു. ഇതൊരു ട്രാൻസ് അല്ലേ, ഡൈഈൻ ട്രാൻസ് ആണെങ്കിൽ സിസ് പ്രൊഡക്റ്റ് അല്ലേ കിട്ടേണ്ടത്. അതായത് ആ സെയിം കോൺഫിഗറേഷനിൽ തന്നെ എന്റെ R' കൊടുത്തിരിക്കണം. അപ്പൊ ഇതൊരു സിസ് പ്രൊഡക്റ്റ് ആയി. ട്രാൻസ് ഡൈഈനിൽ നിന്നും എന്താണ് കിട്ടുക? സിസ് പ്രൊഡക്റ്റ് ആണ് കിട്ടുക. ഇനി സിസ് ഡൈഈൻ നോക്കിയാലോ, നേരെ റിവേഴ്സ് കേസ് ആണ്. സിസ് ഡൈഈൻ നോക്കിയാല് ഓക്കെ നോക്കാം. സിസ് ഡൈഈൻ മീഥൈൽ ഉള്ളിലോട്ടാണ്, അപ്പൊ R ഗ്രൂപ്പ് അകത്തോട്ട്. ഓക്കെ, അപ്പൊ രണ്ട് ബൾക്കി ഗ്രൂപ്പും സെയിം പൊസിഷനിലാണ് വന്നിരിക്കുന്നത്, സിസ് ആണ്. അപ്പൊ ഉള്ളിലോട്ട് വരുന്നവർ നമ്മൾ എന്തിലാ? വെഡ്ജിലാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പോ സിസിൽ നിന്ന് എന്താ കിട്ടേണ്ട പ്രൊഡക്റ്റ്? ട്രാൻസ് പ്രൊഡക്റ്റ് അല്ലേ സിസിൽ നിന്ന് ഫോം ചെയ്യേണ്ടത്. സിസിൽ നിന്ന് ട്രാൻസ് പ്രൊഡക്റ്റ് ആണ് കിട്ടുക. അപ്പൊ ഇത് ട്രാൻസ് ആവണമെങ്കിൽ R' ഇങ്ങനെ ഡാഷ് ആയിട്ട് റെപ്രസെന്റ് ചെയ്താലേ കാര്യമുള്ളൂ. കണ്ടോ, ഇപ്പൊ രണ്ടുപേരുടെയും കൺഫർമേഷൻ ഓപ്പോസിറ്റ് ആയി. സോ ഇതൊരു ട്രാൻസ് പ്രൊഡക്റ്റ് എനിക്ക് കിട്ടി. ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. സിസ് പ്രൊഡക്റ്റ് ഈസ് ഫോംഡ് ഫ്രം ട്രാൻസ് ഡൈഈൻ ആൻഡ് ട്രാൻസ് പ്രൊഡക്റ്റ് ഈസ് ഫോംഡ് ഫ്രം സിസ് ഡൈഈൻ. അതാണ് നെക്സ്റ്റ് അവരുടെ സ്റ്റീരിയോ കെമിസ്ട്രിയിൽ പറയേണ്ടത്. ഓക്കെ, സ്റ്റീരിയോ കെമിസ്ട്രിയിൽ തന്നെ ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു എഫക്റ്റ് ആണ് ഓറിയന്റേഷൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഓറിയന്റേഷൻ ഇഫക്റ്റ്. ഓക്കെ, അതെന്താണെന്ന് നോക്കാം. ഓറിയന്റേഷൻ ഇഫക്റ്റില് നമ്മുടെ ഡൈഈനിൽ ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വേണം എന്നാണ് പഠിച്ചത്. ഡൈഈനോഫൈലിൽ ഒരു ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പും വേണം എന്നാണ് പഠിച്ചത്.
അപ്പൊ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പിന്റെയും ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പിന്റെയും ഓറിയന്റേഷൻ വെച്ചിട്ട് സ്റ്റീരിയോ കെമിസ്ട്രി എങ്ങനെ മാറും, അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ ഫോർമേഷൻ എങ്ങനെ മാറും, അതാണ് നോക്കുക. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അവർ ലോൺ പെയേഴ്സ് ഉള്ളവരായിരിക്കും. ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുക, ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ളത് മീഥൈൽ ഗ്രൂപ്പ്, OH ഗ്രൂപ്പ്, NH2 ഗ്രൂപ്പ്, അതൊക്കെ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. വിഡ്രോവിംഗ് എന്ന് പറയുമ്പോൾ NO2, COOH, അതൊക്കെ നമ്മളെ വിഡ്രോവിംഗ് ഗ്രൂപ്പ്. അപ്പൊ ഈ ഡൊണേറ്റിംഗും വിഡ്രോവിംഗിന്റെയും പൊസിഷൻ വെച്ചിട്ട് നമുക്ക് പ്രൊഡക്റ്റില് ഡിഫറൻസ് ഉണ്ടാകാം. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, നോക്കോളൂ. ഇപ്പോ ഇത് 1, ഞാൻ ഈ ഡൊണേറ്റിംഗ് ഈ ഗ്രൂപ്പിന് 1 കൊടുക്കുവാണ്. 1 കൊടുത്തു. അപ്പോ 1, 2, 3, 4th പൊസിഷനല്ലേ രണ്ടുപേരും. അത് 1ലും 4ലും അല്ലേ നിൽക്കുന്നത് ഡൊണേറ്റിംഗും വിഡ്രോവിങ്ങും. അപ്പൊ എനിക്ക് ഈ ഒരു കേസിൽ 1-4 പ്രൊഡക്റ്റ് ആണ് കിട്ടുക അല്ലെ. ഒരാൾ 1ലും ഒരാൾ 4ലും. ഒരാൾ ഫസ്റ്റ് പൊസിഷനിൽ, ഒരാൾ 4th പൊസിഷനിൽ. ഇതൊരു 1-4 പ്രൊഡക്റ്റ്. ഇനി നേരെ മറിച്ച് ഈ വിഡ്രോവിംഗ് ഗ്രൂപ്പ് വേണമെങ്കിൽ എനിക്ക് 3rd പൊസിഷനിൽ തിരിച്ചു വെച്ച് കൊടുക്കാമല്ലോ. ഇവിടെ വിഡ്രോവിംഗ് ഗ്രൂപ്പ് കൊടുക്കാമല്ലോ. അപ്പൊ ഇത് 1, 2, 3. 1, 3 പ്രൊഡക്റ്റ് അല്ലേ ഇവിടെ ഫോം ചെയ്യുക. അതായത് ഈ ഒരു കേസിൽ 1, 3 പ്രൊഡക്റ്റ് അല്ലേ ഫോം ചെയ്യുക. ഓക്കെ, ഇതിൽ 1-4 പ്രൊഡക്റ്റ് ആണോ 1-3 പ്രൊഡക്റ്റ് ആണോ പ്രിഡോമിനേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ഒരു ഹിന്റ് ഉണ്ട്. അതായത് ഇപ്പൊ എനിക്കിവിടെ 2 കേസ് മനസ്സിലായി. അതായത് എന്താണ്, ഒന്നെങ്കിൽ 1-4 പ്രൊഡക്റ്റ് ഫോം ചെയ്യാം, അല്ലെങ്കിൽ 1-3 പ്രൊഡക്റ്റ് ഫോം ചെയ്യാം. ഈ ഒരു കേസ്, അതായത് ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പുറത്തോട്ട് നിൽക്കുന്ന കേസിൽ അല്ലേ. അതായത് ഈ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഈ എന്താ, ഈ ഒരു ഡബിൾ ബോണ്ടഡ് ഏരിയയിൽ ഉൾപ്പെട്ട് നിൽക്കുവാണ്. അപ്പോ ആ ഒരു കേസിൽ അതായത് ഡബിൾ ബോണ്ടിൽ ഒന്നിച്ച് നിൽക്കുന്ന ഒരു കേസില് നമ്മുടെ ഡി ഗ്രൂപ്പ് ഈ ഒരു കേസിലോ, ഓർ ഈ ഒരു കേസോ ആകാം, അല്ലെങ്കിൽ ഈ ഒരു കേസോ ആകാം, ഈ 2 കേസിൽ ഏതെങ്കിലും ഒരു കേസിലാണ് നമ്മുടെ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉള്ളതെങ്കിൽ അവിടെ പ്രിഡോമിനേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും, 1-4 പ്രൊഡക്റ്റ് ആയിരിക്കും. D1, D2 ഈ ഓർ ആണ് കേട്ടോ. അതായത് നമ്മുടെ ഇന്നർ കാർബൺ വരെ നമുക്ക് പറയാം. ഇത് ഉള്ളിലുള്ള കാർബൺ അല്ലേ, ഇത് രണ്ടും ടെർമിനൽ കാർബൺ, ഇത് രണ്ടും ഉള്ളിലുള്ള ഇന്നർ കാർബൺസ്. അപ്പോ ഇഫ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഈസ് പ്രസന്റ് ഇൻ ഇന്നർ കാർബൺസ്, ഇന്നർ കാർബൺസിലാണ് നമ്മുടെ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ഉള്ളതെങ്കിൽ 1-4 പ്രൊഡക്റ്റ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു കേസ്. ദെൻ ഇപ്പോ ഈ നെക്സ്റ്റ് കേസ്, ഇന്നർ കാർബണിലാണ് നമ്മുടെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉള്ളതെങ്കിൽ 1-4 പ്രൊഡക്റ്റ്. ഇനി നേരെ തിരിച്ച് ഈ ഒരു കേസ് നോക്കുവാണെങ്കിൽ ഇവിടെ എന്റെ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് എവിടെയാണ്, ടെർമിനൽ കാർബണിലാണ്, പുറത്തെ കാർബണിലാണ്. ആ ഒരു കേസിൽ ഇവിടെ നമ്മൾ 1 കൊടുത്താൽ 1, 2, 3. അപ്പൊ ഇവിടെ എന്താ 1-2 പ്രൊഡക്റ്റ് അല്ലേ വരിക. 1-2 പ്രൊഡക്റ്റ് ആണ് ഇവിടെ ഫോം ചെയ്യുക. ഇതല്ലാതെ എനിക്ക് വേണമെങ്കിൽ ഈ വിഡ്രോവിംഗ് ഗ്രൂപ്പിനെ താഴെ കൊണ്ടുവന്ന് കൊടുക്കാമല്ലോ. ഇവിടെ ആയാലും കുഴപ്പമില്ലല്ലോ. അപ്പൊ എനിക്ക് 1-3 പ്രൊഡക്റ്റ് അല്ലേ ആ ഒരു കേസിൽ ഫോം ചെയ്യുക. 1, 2, 3 അല്ലേ. അപ്പൊ ഇതിൽ 1-2 ആണോ 1-3 ആണോ പ്രിഡോമിനേറ്റ് ചെയ്യുക, അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ടെർമിനൽ കാർബണിലാണെങ്കിൽ നമുക്ക് പ്രിഡോമിനേറ്റ് ചെയ്യുന്നത് 1-2 പ്രൊഡക്റ്റ് ആയിരിക്കും. നോട്ട് ചെയ്യുക, ഇഫ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഈസ് പ്രസന്റ് ഇൻ ടെർമിനൽ കാർബൺസ് then 1-2 പ്രൊഡക്റ്റ് ഈസ് ഫോംഡ്. ഓക്കെ, ഇത് എന്താണ് ഇതിനൊരു റീസൺ എന്നോട് നമുക്ക് നോക്കണ്ടേ, എന്തുകൊണ്ടാണ് അങ്ങനെ വരിക. ഞാനൊരു എക്സാമ്പിൾ വെച്ച് കാണിക്കാം. ഇവിടെ നോക്കുക, ഇവിടെ ഒരു OH ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണ്. ബിക്കോസ് ഓക്സിജനിൽ ലോൺ പെയേഴ്സ് ഉണ്ട്, ആ ലോൺ പെയേഴ്സ് അവർ ഡൊണേറ്റ് ചെയ്തോളും. നമ്മുടെ ഡബിൾ ബോണ്ട്. ഈ CHO ഗ്രൂപ്പ് ഒരു ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ് ആണ്. CHO ഗ്രൂപ്പ് ഒരു ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ് ആണ്.
ഓക്കെ, അപ്പൊ ഇതിൽ ഇലക്ട്രോണിന്റെ ഫ്ലോ എങ്ങനെയാ നടക്കുക? ഈ ഓക്സിജനിലെ ലോൺ പെയർ ഇങ്ങോട്ട് കൊടുക്കും, ഈ ബോണ്ടിലോട്ട് കൊടുക്കും. അപ്പോ ഇവിടുത്തെ ഉള്ളവര് ഈ ഒരു ബോണ്ടിലോട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു, ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തു. സി ഡബിൾ ബോണ്ട് ഓയില് അതായത് ഒരു കംപ്ലീറ്റ് കോൺജുഗേഷൻ ആണ് ഇവിടെ നടക്കുക. അതായത് OHും ഈ കോൺജുഗേഷനിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, CHOയും ഈ കോൺജുഗേഷനിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അതായത് ലോങ് എക്സ്റ്റെൻഡ് ആണ്, കോൺജുഗേഷൻ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, അതുപോലെ നല്ല ഡീലോക്കലൈസേഷനും ഉണ്ട്. ഇപ്പൊ ഡീലോക്കലൈസേഷനും കോൺജുഗേഷനും കൂടുവാണെങ്കിൽ നമ്മുടെ ട്രാൻസിഷൻ സ്റ്റേറ്റിന്റെ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. അത് ഏത് കേസിലാണ് നമുക്കപ്പോൾ 1, 2, 3, 4 അതായത് 1,4 പ്രൊഡക്റ്റിലാണ് ആ ഒരു സ്റ്റേബിൾ ട്രാൻസിഷൻ സ്റ്റേറ്റ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ കഴിയുക. ഓക്കെ, ഇനി നേരെ മറിച്ച് ഞാനിത് ഞാനിതൊരു 1, 3 കേസിൽ എടുത്തു നോക്കുവാണെങ്കിൽ 1, 3 കേസിൽ എടുത്തു നോക്കുവാണെങ്കിൽ ഇവിടെ നോക്കോളൂ, ഇവിടെ ഈ OHലെ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, ഡബിൾ ബോണ്ട് ഇങ്ങനെ പോയി അല്ലേ. അതായത് ഈ CHO ഇവിടെ ഇൻവോൾവ് ചെയ്യുന്നില്ല, അതുപോലെ എക്സ്റ്റെൻഡ് ഓഫ് ഡീലോക്കലൈസേഷൻ ഇവിടെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ലെസ് സ്റ്റേബിൾ ട്രാൻസിഷൻ സ്റ്റേറ്റ് ആയിരിക്കും തരിക. അതുകൊണ്ട് 1, 3 പ്രൊഡക്റ്റ് മൈനർ പ്രൊഡക്റ്റ് ആയിരിക്കും, 1, 4 ആയിരിക്കും മേജർ പ്രൊഡക്റ്റ്. നമ്മുടെ നെക്സ്റ്റ് കേസിൽ, അതായത് ടെർമിനലിന്റെ കേസിലാണെങ്കിൽ, ടെർമിനലിന്റെ കേസിൽ നോക്കുവാണെങ്കിൽ സോറി ഡബിൾ ബോണ്ട് OH, ഈ കേസിൽ 1, 2ന്റെ കേസിൽ നോക്കുവാണെങ്കിൽ ഇവിടെ ലോൺ പെയർ ഉണ്ട്, ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, ഡബിൾ ബോണ്ട്, ദെൻ ഇതിങ്ങോട്ട്, ഇവിടെ ഇങ്ങോട്ട്, ദെൻ CHOയും OHും എല്ലാം ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, ഹൈ ഡീലോക്കലൈസേഷൻ ആണ്. ഈ ഒരു കേസിൽ നല്ല സ്റ്റേബിൾ ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോം ചെയ്യാൻ കഴിയും. ഇനി നെക്സ്റ്റ് നമ്മൾ ഇവിടെയല്ല, ഈ ഒരു ഇവിടെയാണ് ഡബിൾ ബോണ്ട് നമ്മുടെ വിഡ്രോവിംഗ് ഗ്രൂപ്പ് വെക്കുന്നതെങ്കിൽ ഈ ഒരു കേസിലാണെങ്കിൽ ഇവിടെ നേരെ ഇങ്ങോട്ടേക്ക് വന്നു, ദെൻ ഇങ്ങോട്ട് പോയി, ഈ CHO ഇൻവോൾവ് ചെയ്യുന്നില്ല. അപ്പൊ 1, 3 പ്രൊഡക്റ്റില് CHOന്റെ ഇൻവോൾവ്മെന്റ് ഇല്ല, ഇവിടെ കോൺജുഗേഷനും കുറവാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഇന്നർ കാർബണിലാണെങ്കിൽ അവിടെ 1, 4 പ്രൊഡക്റ്റ് ആണ് ഫോം ചെയ്യുക. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ടെർമിനൽ കാർബണിലാണെങ്കിൽ അവിടെ 1, 2 പ്രൊഡക്റ്റ് ആയിരിക്കും ഫോം ചെയ്യുക. ഓക്കെ, ഇതാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കേസ്. നമുക്ക് ഇതിനെ 2 ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഞാൻ 4 ക്വസ്റ്റ്യൻസ് 4 ഓപ്ഷൻസ് തന്നിട്ട് ഇവിടെ ME ആണ്, ഇവിടെ OMe, ഇവിടെ ഒരു NMe2, NMe2. ഓക്കെ, ABCD. ഇതിൽ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ഡീൽസാൾഡർ റിയാക്ഷൻ വെച്ചിട്ട് അറേഞ്ച് ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ഏതാണ് ഡീൽസാൾഡർ റിയാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് തരിക? നമുക്ക് ഇതിൽ തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാം. ഇതിൽ ഓരോ ഗ്രൂപ്പും ഇത് പ്ലസ് I എഫക്റ്റ് ഉള്ളവരല്ലേ, ME എന്ന് പറയുന്നത് പ്ലസ് I എഫക്റ്റ് ഉള്ളവരാണ്, പ്ലസ് I എഫക്റ്റ് ഉള്ളവരാണ് ME. OMe എന്ന് പറയുന്നവർക്ക് പ്ലസ് M ആണ്. ഓക്കെ, പ്ലസ് M ഇഫക്റ്റ് ആണുള്ളത്, M ഇഫക്റ്റ്. NMe2നും M ഇഫക്റ്റ് ആണ്. ഇതിൽ തന്നെ M ഇഫക്റ്റ് ആണ് ഗ്രേറ്റർ ദാൻ I ഇഫക്റ്റ്. മെറ്റാമറിക് എഫക്റ്റ് ആണ് ഇതിനേക്കാളും ഇൻഡക്റ്റീവ് എഫക്റ്റിനേക്കാളും പ്രിഡോമിനേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി M ഇഫക്റ്റ് ഉള്ള 2 പേരെ നോക്കിയാൽ മതി.
ഇവരെ രണ്ടു ഇവിടെ ഒരാളും ഇല്ല. അപ്പൊ ഏറ്റവും ലീസ്റ്റ് ആയിരിക്കും ഇവർക്ക്. എക്ക് ഏറ്റവും ലീസ്റ്റ് ആയിരിക്കും ഡീൽസാൾട്ട് റിയാക്ഷൻ തരിക. ഇവിടെ ഐ എഫക്റ്റ് ഉള്ളവരെ നമ്മൾ സെക്കൻഡ് അല്ലെ. അപ്പം എ ആണ് ലീസ്റ്റ്, ദെൻ ബി. ഇനി നമ്മൾ സിയും ഡിയും നോക്കിയാൽ മതി. ഈ സിയും ഡിയിൽ തന്നെ എം ഇഫക്റ്റ് കൂടുതൽ കാണിക്കുന്ന ആരാണ്? ഒ എം ഇ ആണോ എൻ എം ഇ ആണോ? ആ നമുക്ക് എന്ത് വെച്ച് നോക്കിയാൽ മതി? അവരുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി നോക്കുക. ഓക്സിജൻ ആണ് മോർ ഇലക്ട്രോ നെഗറ്റീവ് ദാൻ നൈട്രജൻ. നൈട്രജനേക്കാളും കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവ് എന്ന് പറയുന്നത്, ഇലക്ട്രോ നെഗറ്റീവ് എന്ന് വെച്ചാൽ ഇലക്ട്രോണെ വലിച്ചെടുക്കുവാണ്. നമുക്ക് വേണ്ടത് ഡൈഈനിൽ ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്യുന്ന കേസാണ് വേണ്ടത്. പക്ഷെ ഓക്സിജൻ ഇലക്ട്രോണെ വലിച്ചെടുക്കുന്നവരിലാണ് കൂടുതൽ ടെൻഡൻസി ഉള്ളത്. അപ്പോ സിയും ഡിയും നോക്കുമ്പോ, സിയും ഡിയും നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഡിയിലെ നൈട്രജൻ എന്ന് വെച്ചാൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവാണ്. സോ അവർ കൂടുതലും ഡൊണേറ്റ് ചെയ്യും. അപ്പോൾ ഡിക്കാണ് കൂടുതൽ ഡീൽസാൾട്ട് റിയാക്ഷൻ തരാൻ കഴിയുക. ദെൻ സിക്ക്, ദെൻ ബിയില്, ദെൻ എയില്. എയിൽ ഏറ്റവും ലീസ്റ്റ് ആണ്, കാരണം അവിടെ ഒരു ഗ്രൂപ്പ്സും ഇല്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. നമ്മൾ പ്ലസ് ഐ എഫക്റ്റും പ്ലസ് എം ഇഫക്റ്റും ആണ് ഇവിടെ നോക്കുക. ഡൈഇന്റെ കേസിൽ അല്ലെ, ഡൈഇ എന്ന് വെച്ചാൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് അല്ലേ വേണ്ടത്. പ്ലസ് ഐയും പ്ലസ് എമ്മും നോക്കുക. അതിൽ എം ആണ്, പ്ലസ് എം ഉള്ളവർക്കായിരിക്കും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അതിൽ തന്നെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി നോക്കുക. ഓക്സിജനും നൈട്രജനും ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ളത് വെച്ചാൽ ഇലക്ട്രോണെ വലിച്ചെടുക്കാൻ അവർക്ക് ടെൻഡൻസി. അപ്പൊ ഓക്സിജൻ ഇലക്ട്രോണെ വിഡ്രോ ചെയ്യാനുള്ള ടെൻഡൻസി ആണ് കൂടുതൽ. അപ്പൊ നൈട്രജൻ ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതൽ. ഓക്കെ, അപ്പം ആ നൈട്രജൻ ഉള്ള ആ ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് പൊസിഷൻ. ദെൻ ഓക്സിജൻ ഉള്ളവർ സെക്കൻഡ്, ദെൻ തേർഡ് മീഥൈൽ ഗ്രൂപ്പ് ഉള്ളത്. ലാസ്റ്റ് എന്ന് പറയുന്നത് ഒരു വിഡ്രോയിങ് ഗ്രൂപ്പോ ഒന്നും ഇല്ലാത്ത, സബ്സ്റ്റിറ്റ്യൂൻസ് ഒന്നും ഇല്ലാത്തവർക്കായിരിക്കും ലീസ്റ്റ് ഡീൽസാൾട്ട് റിയാക്ഷൻ തരിക. ഓക്കെ, ഇതുപോലെ തന്നെ ഒരു ഓർഡർ ചെയ്യുന്നതിന് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. അഗെയിൻ ഇതൊരു ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മുടെ എം ഇ മീഥൈൽ ഗ്രൂപ്പ്, ഇവിടെ നമ്മുടെ മീഥൈൽ തന്നെ. ഇവിടെ എല്ലായിടത്തും ഹൈഡ്രജൻ ആണ്, ഇവിടെ മാത്രം മീഥൈൽ. ഓക്കെ, ഈ ഒരു കേസിൽ നോക്കിക്കേ, ഇതിൽ ഡീൽസാൾട്ട് റിയാക്ഷൻ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് തരുന്നതും സ്ലോ ആയിട്ട് തരുന്നതും ആരാണ്? ഇതെല്ലാം സിസ് ഡൈഈൻ ആണ്, എല്ലാവരും സിസ് ഡൈഈൻ ആണ്. പക്ഷെ നിങ്ങൾ സി ഓപ്ഷൻ നോക്കുമ്പോൾ രണ്ടും ബൾക്കി ഗ്രൂപ്പ് മീഥൈൽ അടുത്ത് വന്നിരിക്കുവാണ് അല്ലെ. അപ്പൊ അടുത്ത് വന്നവരിങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് കൂടുതൽ സ്റ്റെറിക് ഹിൻഡ്രൻസ് അനുഭവപ്പെടും. അതുകൊണ്ട് ഇവര് ട്രാൻസ് കൺഫർമേഷനിലോട്ട് മാറാനാണ് കൂടുതൽ ശ്രമിക്കുക. നമ്മൾ പഠിച്ചായിരുന്നു, ഇവർക്ക് നമ്മളിപ്പോ ഒരു ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ അവര് സിസ്റ്റർ ട്രാൻസ് ആയിട്ട് മാറും എന്ന് പഠിച്ചു. അപ്പൊ ഒന്നും ഇല്ല, സർക്കിൾ, അതായത് നമ്മുടെ ഒരു റിങ് വെച്ചോ ഓക്സിജൻ വെച്ചോ അങ്ങനെ എന്തെങ്കിലും ഒരു ആറ്റം വെച്ചോ നമ്മുടെ ബ്ലോക്കിംഗ് ഇല്ല. സോ ഇവര് വേഗം ട്രാൻസ് ആയിട്ട് മാറും. ഓക്കെ, ഇവര് വേഗം ട്രാൻസ് ആയിട്ട് മാറും. ട്രാൻസ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ഇവരായിരിക്കും ലീസ്റ്റ് ആയിട്ട് എന്ത് തരിക? ലാസ്റ്റ് പൊസിഷനിൽ ഇവരായിരിക്കും ഡീൽസാൾട്ട് റിയാക്ഷൻ തരിക അല്ലെ. ട്രാൻസ് ഫോമില് ഡീൽസാൾട്ട് റിയാക്ഷൻ പോസിബിൾ അല്ലേ, നമ്മൾ പഠിച്ചായിരുന്നു. ദെൻ നെക്സ്റ്റ് നോക്കുക, ഇവിടെ ഒരു ഗ്രൂപ്പും ഇല്ലാത്ത എ ആണ്, ഡൊണേറ്റീവ് ഗ്രൂപ്പ് ഒന്നും ഇല്ലാത്ത എ ആയിരിക്കും നെക്സ്റ്റ് വരുന്നത്. ഇതാണ് ഫോർത്ത് വരിക, ഇതാണ് തേർഡ് വരിക. ഓക്കെ, ഇനി നമുക്ക് എന്ത് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി? 2ഉം 4ഉം നോക്കിയാൽ മതി. ഈ 2ഉം 4ൽ തന്നെ ഈ മീഥൈൽ ഗ്രൂപ്പ് പുറത്തോട്ട് നിൽക്കുന്നവരല്ലേ കുറച്ചും കൂടെ, എന്താ ഉള്ളിലോട്ടുള്ള ആ ഒരു സ്റ്റെറിക് ഹിൻഡ്രൻസ് ഡബിൾ ബോണ്ടുമായിട്ട് വരുന്നതിനേക്കാൾ പുറത്തോട്ട് മീഥൈൽ ഗ്രൂപ്പ് നിൽക്കുന്നതല്ലേ കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്. അതായത് ഇതായിരിക്കും ഫസ്റ്റ് ഡീൽസാൾട്ട് റിയാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് തരിക. ദെൻ നെക്സ്റ്റ് ഇവരായിരിക്കും, ദെൻ തേർഡ് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ളത് ഈ ഒരു കേസ്. ഓക്കെ, നമ്മൾ ഇതിനകത്ത് മെയിൻ നോക്കേണ്ടത് സ്റ്റെറിക് ഹിൻഡ്രൻസിന്റെ കാര്യം നോക്കുക. സ്റ്റെറിക് ഹിൻഡ്രൻസ് ഉണ്ടെങ്കിൽ സിസിൽ നിൽക്കുന്ന ഡൈഇന് ട്രാൻസ്ഫോമിലോട്ട് മാറാൻ പറ്റും. ദെൻ നമ്മൾ വിഡ്രോവിംഗ് ഗ്രൂപ്പ് ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടോ എന്ന് നോക്കുക. ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഒന്നും ഇല്ലാത്തവരായിരിക്കും ദെൻ വരിക. ദെൻ നമ്മൾ നോക്കുക ഡബിൾ ബോണ്ടുമായിട്ടുള്ള ഇന്ററാക്ഷൻ, അത് സ്റ്റെറിക്ക് കുറവുള്ളതായിരിക്കും, അതായത് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളവരാവുക, അതായത് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഡീൽസാൾട്ട് റിയാക്ഷൻ തരിക. ഓക്കെ, ഇനി 2-3 എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്, നോക്കാം. നോക്കോളൂ, ഇത് ആർ ഗ്രൂപ്പ്.
പുറത്തോട്ട് നിൽക്കുവാണ് ഹൈഡ്രജൻ. ഇവിടെ R ഗ്രൂപ്പ് ഔട്ട്വേർഡ് ആണ് ഹൈഡ്രജൻ. ഓക്കെ, R ഡാഷ് നമ്മൾ പ്രൊഡക്റ്റ് നമുക്ക് പിന്നെ ഓക്കെ, ഇവിടെ ഒരു ഡബിൾ ബോണ്ട്, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. ഇനി നമുക്ക് ഡൈഈനോഫൈലിന്റെ കേസിൽ കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യമില്ല. അവര് സിസിലാണ് നിൽക്കുന്നതെങ്കിൽ സിസിൽ തന്നെ, സിസിലാണ് നിൽക്കുന്നതെങ്കിൽ സിസിൽ തന്നെ കൊടുത്തേക്കുക അല്ലെ. R ഡാഷ് അതുപോലെ തന്നെ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഡൈഈനിലാണ്. ഡൈഈനിൽ ഞാൻ പറഞ്ഞു ഔട്ട്വേർഡിലോട്ട് നിൽക്കുന്നവരെ നമ്മൾ ഡാഷ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ഔട്ട്വേർഡിലോട്ട് നിൽക്കുന്നവരെ നമ്മൾ ഡാഷ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. അതായത് R ഡാഷ് ആണ്, ഹൈഡ്രജൻ വെഡ്ജ് ആണ്. നെക്സ്റ്റ് അവിടെയും R എന്ത് തന്നെയാണ്, ഡാഷിൽ തന്നെയാണ്, ഹൈഡ്രജൻ വെഡ്ജിലാണ്. ഓക്കെ, ഇപ്പോ നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് നമ്മൾ വരയ്ക്കുമ്പോഴത് ഓക്കെ Me then H Me then ഇവിടെ H. ഓക്കെ, R ഡാഷ് ഓക്കെ ആയില്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയാം. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനില് നോക്കാം. ഈ ക്വസ്റ്റ്യനില് ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ മീഥൈൽ. ഓക്കെ, ഈ സെയിം ക്വസ്റ്റ്യനിൽ തന്നെ ചേഞ്ച് വന്നത് മീഥൈൽ ഫസ്റ്റ് കേസിൽ ഔട്ട്വേർഡ്, സെക്കൻഡ് കേസിൽ ഇൻവേർഡ്. നമ്മൾ പഠിച്ച ആ ഒരു സെയിം കേസ് തന്നെ. ഔട്ട്വേർഡിലോട്ടാണെങ്കിൽ എന്ത് ചെയ്യുക, ഡാഷ് കൊടുക്കുക, ഇൻവേർഡിലോട്ടാണെങ്കിൽ വെഡ്ജ് കൊടുക്കുക. മറ്റേ പ്രൊഡക്റ്റ് നമ്മുടെ ഡൈനോഫൈലിനെ കുറിച്ച് പറയിടാവേണ്ട കേസ് ആയില്ല, കാരണം അവർ സിസിലാണ് നിൽക്കുന്നത്. അവര് തമ്മിൽ ഒരേപോലെ എഴുതിയാൽ മതി, R ഡാഷ്. ഓക്കെ, അവർ ഒരേപോലെ തന്നെ എഴുതി. ME-ലാണ് ഫസ്റ്റ് കേസിലെ ME ഡാഷില്, സോറി. ഓക്കെ, സെക്കൻഡ് കേസിൽ അവര് വെഡ്ജില്, ME വെഡ്ജില്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് നോക്കിയാലേ ഇത് കുറച്ചും തറവാവുള്ളൂ ഈ സ്റ്റീരിയോ കെമിസ്ട്രി. നമ്മൾ ഡൈഈനോഫൈലും കുറച്ചും കൂടെ ഒന്ന് കോംപ്ലിക്കേറ്റഡ് ആക്കുവാണെങ്കിൽ, ഡൈഈനോഫൈലിന്റെയും സ്റ്റീരിയോ കെമിസ്ട്രി, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ME C ഡബിൾ ബോണ്ട് C. ഈ കേസിൽ നോക്കുക, നമ്മുടെ ഡൈഈനോഫൈലിന്റെയും കൺഫർമേഷൻ നമ്മൾ ഇവിടെ സ്റ്റീരിയോ കെമിസ്ട്രി ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഇത് രണ്ടുപേരും എന്തായിട്ടാണ് നിൽക്കുന്നത്, ട്രാൻസ് ആയിട്ടാണ് നിൽക്കുന്നത്. COO MEയും MEയും ട്രാൻസ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ പ്രൊഡക്റ്റിൽ നമ്മൾ വരയ്ക്കുമ്പോൾ അവരെ ട്രാൻസ് ആക്കി റെപ്രസെന്റ് ചെയ്യാവുള്ളൂ. ഓക്കെ, അതായത് COM വെഡ്ജ് വരച്ചാൽ ME ഡാഷ് വരയ്ക്കണം. അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് അവരെ റെപ്രസെന്റ് ചെയ്യാവുള്ളൂ. അത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. ഇനി നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഈ ഡബിൾ ബോണ്ടിന് സബ്സ്റ്റിറ്റ്യൂന്റ് ആയിട്ടുള്ള MEയും ഈ COMEയുടെയും കൺഫർമേഷൻ അല്ലേ. നമ്മൾ സിസ് പ്രൊഡക്റ്റ് ആണെങ്കിൽ സിസ് ഡൈഈനിൽ നിന്ന് ട്രാൻസ് പ്രൊഡക്റ്റ് ഫോം ചെയ്യും എന്ന് നമ്മൾ പഠിച്ചില്ലേ. ആ ഒരു റൂൾ ആണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ നോക്കുമ്പോ ഇത് ട്രാൻസ് ഡൈഈൻ അല്ലേ. നോക്കോളൂ, ഇതൊരു ട്രാൻസ് ഡൈഈൻ ആണ്. ബൾക്കി ഗ്രൂപ്പ് ഓപ്പോസിറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ഇതൊരു ട്രാൻസ് ഡൈഈൻ ആണ്. അപ്പോൾ ട്രാൻസ് ഡൈഈനിൽ നിന്ന് എനിക്ക് കിട്ടേണ്ട പ്രൊഡക്റ്റ് എന്തായിരിക്കണം, സിസ് പ്രൊഡക്റ്റ് ആയിരിക്കണം. അപ്പൊ വരയ്ക്കുമ്പോ സിസ് പ്രൊഡക്റ്റ് ആയിട്ട് വരയ്ക്കുക. ദെൻ ഈ മീഥൈൽ എന്ന് പറയുന്ന ഔട്ട്വേർഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഔട്ട്വേർഡ് ആവുക എന്ന് വെച്ചാൽ അവരെ ഡാഷ് ആയിട്ട് നമ്മൾ ടോപ്പിൽ കൊടുക്കുക. രണ്ട് കേസിലും ഡാഷ് ആണ്, രണ്ട് കേസിലും അത് പുറത്തോട്ടല്ലേ. അപ്പൊ രണ്ട് കേസിലും അത് ഡാഷ് ആയിട്ട് തന്നെ വരയ്ക്കും. ഓക്കെ, പക്ഷെ ഇവിടെ COO MEയും MEയും നോക്കിയാൽ ട്രാൻസ് ആയിട്ടാണ് കിടക്കുന്നത്. ഇനി നമുക്ക് ഇത് ഡാഷ് വരച്ചാൽ ഇത് എന്ത് തന്നെ ആവണം, ഡാഷ് തന്നെ ആവണം അല്ലേ. അതല്ലേ സിസ് പ്രൊഡക്റ്റ് എന്ന് നമ്മൾ പറയുക. ഈ ME നമ്മൾ ഡാഷിൽ വരച്ചാൽ COME എന്ത് തന്നെ ആയിരിക്കണം, ഡാഷിൽ തന്നെ ആയിരിക്കണം. അപ്പൊ നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റിലോട്ട് പോകുമ്പോ
നമുക്ക് എന്താ ഒബ്സർവ് ചെയ്യാൻ കഴിയുക? MEA ഞാൻ ഡാഷിൽ വരച്ചു. അപ്പൊ നമ്മുടെ COO MEനെയും നമ്മൾ എന്തിൽ തന്നെ വരയ്ക്കണം? ഡാഷിൽ തന്നെ വരയ്ക്കുക. COO MEയും ഡാഷിൽ തന്നെ വരയ്ക്കുക. അപ്പൊ ഇത് സിസ് ആയില്ലേ? ദെൻ COO MEയും നമ്മുടെ MEയും എന്താ? ഓപ്പോസിറ്റ് ആയിട്ടാണ് കിടന്നത്. ഡൈഈനോഫൈലിലെ രണ്ടുപേരല്ലേ? രണ്ടുപേരും ഓപ്പോസിറ്റ് ആയിട്ടല്ലേ കിടന്നത്? ദെൻ ME എന്തിൽ തന്നെയാണ്? ഡാഷിൽ തന്നെയാണ്. താഴെയും ഡാഷിൽ തന്നെ. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഇത്രയും പറഞ്ഞ പോയിന്റ്സ് എല്ലാം കൂടെ മൈൻഡിൽ വെച്ചാൽ മാത്രമേ നമുക്കൊരു ഫൈനൽ പ്രൊഡക്റ്റിലോട്ട് എത്താൻ കഴിയുള്ളൂ. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സ്റ്റീരിയോ കെമിസ്ട്രിയിൽ പറഞ്ഞത്? ഒന്നാമത് പറഞ്ഞത് ഈ ഡൈഈനോഫൈലിന്റെ കേസാണ്. അവര് സിസ് ആണെങ്കിൽ സിസിൽ തന്നെ അവരെ പ്രൊഡക്റ്റിൽ വരുത്തുക, ട്രാൻസ് ആണെങ്കിൽ ട്രാൻസിൽ തന്നെ വരുത്തുക. ദെൻ ഡൈഇന്റെ കേസിൽ നമ്മൾ ഫസ്റ്റ് തുടങ്ങിയത് ഇൻവേർഡിലോട്ടാണെങ്കിൽ വെഡ്ജ്, ഔട്ട്വേർഡിലോട്ടാണെങ്കിൽ ഡാഷ്, ആ റെപ്രസെന്റേഷൻ. ദെൻ അതിൽ തന്നെ നമ്മൾ എൻഡോ റൂൾ പറഞ്ഞു. എൻഡോ പ്രൊഡക്റ്റ് ആയിരിക്കും മേജർ പ്രൊഡക്റ്റ് ഫോം ചെയ്യുക എന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞത് ഡൈഇന്റെ കേസിൽ തന്നെ സിസ് പ്രൊഡക്റ്റ് ഈസ് ഫോംഡ് ഫ്രം ട്രാൻസ് ഡൈഇ ആൻഡ് ട്രാൻസ് പ്രൊഡക്റ്റ് ഈസ് ഫോംഡ് ഫ്രം സിസ് ഡൈഇ. അത് നമ്മൾ ആ കേസ് നോക്കി. ദെൻ നെക്സ്റ്റ് ഓറിയന്റേഷൻ എഫക്റ്റ് ആണ് പറഞ്ഞത്. ഇപ്പോ അതായത് നമ്മൾ ടെർമിനലിലാണ് നമ്മുടെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് എങ്കിൽ 1,2 പ്രൊഡക്റ്റ് ആയിരിക്കും ഫോം ചെയ്യുക. ഇനി ഇന്നർ കാർബണിലാണ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് എങ്കിൽ 1,4 പ്രൊഡക്റ്റ് ആയിരിക്കും ഫോം ചെയ്യുക. ആ ഒരു കേസ് പറഞ്ഞു. ഓക്കെ, അപ്പോ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ കണ്ട സ്റ്റീരിയോ കെമിസ്ട്രി ഓഫ് ഡൈഈൻ ആൻഡ് ഡൈഈനോഫൈൽ. ഓക്കെ ആയില്ലേ? ഇനി എക്സ്ട്രാ പ്രോബ്ലംസ് ഞാൻ MCQയിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു.